നമസ്കാരം, എല്ലാവർക്കും വൈനസ് പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വൈനസ് പ്രഭാത വാർത്തകൾ വായിക്കുന്നത് ഷിജി ജോയ്കുട്ടി. വൈനസ് പ്രഭാത വാർത്തകൾ. പോളിംഗ്. കേരളം ഇന്ന് ബൂത്തിലേക്ക്. വോട്ടാവേശം. 20 മണ്ഡലം, 194 സ്ഥാനാർത്ഥികൾ, 2.77 കോടി വോട്ടർമാർ. പ്രശ്നസാധ്യതാ ബൂത്തുകൾ 1800+. 21.3 ലക്ഷം സമ്മതിദായകർ. ജില്ലയിൽ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് വിധിയെഴുതും. SMS അയക്കാം 1950. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന് മനോരമ ചീഫ് എഡിറ്റേഴ്സ് ട്രോഫി. ഫാറൂഖ് കോളേജിന് 2ാം സ്ഥാനം. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് 3ാമത്. കഥാപുരസ്കാരം അനുഷ, കാവ്യ, അവനി എന്നിവർക്ക്. പാലക്കാട്ട് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. പ്രസംഗ വിവാദം ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. മോദിയുടെ പ്രസംഗത്തിന് BJPക്ക് നോട്ടീസ്. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖർഗെ എന്നിവരുടെ പ്രസംഗത്തിന് കോൺഗ്രസും നോട്ടീസ്. 2 പാർട്ടികളും തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണം. സ്വത്ത് രക്ഷിക്കാൻ രാജീവ് ഗാന്ധി നിയമം മാറ്റിയെന്ന് ആരോപണം. വ്യക്തിയുടെ പ്രസംഗത്തിന് പാർട്ടിക്ക് നോട്ടീസ് ആദ്യം. സിദ്ധാർത്ഥന്റെ മരണം. പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച് CBI. ഗൂഢാലോചന കേസിൽ അന്വേഷണം തുടരും. നൈജീരിയയിൽ 118 തടവുകാർ കടന്നുകളഞ്ഞു. രാഷ്ട്രീയ ബോംബ് ഞെട്ടിച്ച് വെളിപ്പെടുത്തൽ. BJPയിൽ ചേരാൻ EP ജയരാജൻ ശ്രമിച്ചു. ആരോപണമുന്നയിച്ച് K സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ തള്ളി ജയരാജൻ. ഗൾഫിലെ അതിശക്തമായ മഴ കാരണം എൽ നീനോ. ജാവ്ദേക്കറുടെ വാഗ്ദാനം EP നിരസിച്ചെന്ന് ദല്ലാൽ. തൃശൂരിൽ സഹായിച്ചയാൾ കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞത് നന്ദകുമാർ. ജയിലിൽ നിന്ന് അമ്മയ്ക്ക് അയച്ച കത്ത് നൽകിയില്ല, പിഴ. US ക്യാമ്പസുകൾ ഇസ്രായേൽ വിരുദ്ധ നീക്കം ശക്തം. പ്രക്ഷോഭം തുടരുന്നു. US ജനപ്രതിനിധി സഭാ സ്പീക്കറെ കൂക്കി വിളിച്ച് വിദ്യാർത്ഥികൾ. JEE മെയിൻ പരീക്ഷാഫലം. ചില പാഠങ്ങൾ. സെറ്റ് അപേക്ഷ 30 വരെ നീട്ടി. എൻ്റെ വോട്ട് എനിക്കല്ല, ഇങ്ങനെയും സ്ഥാനാർത്ഥികൾ. 3 പേർക്ക് വോട്ട്. സംസ്ഥാനത്തിന് പുറത്ത്. ഫാത്തിമ അഫീഫയ്ക്ക് ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ്. JEE അഡ്വാൻസ്ഡ് പരീക്ഷ കട്ട് ഓഫ് മാർക്ക് 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇത്തവണ ജനറൽ വിഭാഗത്തിനുള്ള കുറഞ്ഞ കട്ട് ഓഫ് 93.23. നേതാക്കൾ വോട്ടിന് മടങ്ങി. പാർട്ടി ഓഫീസുകൾ വിജനം. ക്യാമ്പസുകൾ ഉച്ചത്തിൽ ലോകത്തോട് സംസാരിക്കുന്നു. ഇന്ത്യൻ കറിമസാല ഇറക്കുമതി നിരോധനം. സ്പൈസസ് ബോർഡ് ഇടപെടുന്നു. ഇൻഡിഗോ 100 വെഡ് ബോഡി വിമാനങ്ങൾ വാങ്ങുന്നു. ആപ്പിൽ ശമ്പളം മുടങ്ങി. ഓഹരി വിപണി 5ാം ദിനവും കുതിപ്പ്. ഇനി നമുക്ക് കായിക വാർത്തയിലേക്ക് കടക്കാൻ. കായിക വാർത്തകൾ. ധോണിയും ജോക്കോയും സ്വാധീനിച്ചു ഗുകേഷ്. ലോക ചാമ്പ്യനെ നേരിടാനുള്ള ഒരുക്കം ഉടൻ തുടങ്ങാം. ഗുകേഷിന് വൻ സ്വീകരണം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി. ഇന്ത്യ രംഗത്ത്. ഇരട്ടക്കുട്ടികളുടെ അമ്മയായ ഇറ്റാലിയൻ ഫെൻസിംഗ് താരം പാരീസിലേക്ക്. ലിവർപൂളിന് തോൽവി. കോച്ച് മാപ്പ് പറഞ്ഞു. ബിസ്മ മറൂഫ് വിരമിച്ചു. ഇന്തോനേഷ്യയിലെ താരത്തിന് റെക്കോർഡ്. മുൻ സിംബാബ്വെ താരത്തിന് പുലി ആക്രമിച്ചു. കാർലോസ് ടെവസ് ആശുപത്രി വിട്ടു. 16-കാരനെ തോൽപ്പിച്ച് നദാൽ. റെക്കോർഡ്.